കഴിഞ്ഞ 20 വർഷമായി LDF ജനപ്രതിനിധികൾ പീരുമേട് നിയോജകമണ്ഡലത്തിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് LDFിൻ്റെ വിജയം അനിവാര്യമാണെന്നും അന്തരിച്ച മുൻ MLA വാഴൂർ സോമൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും നിയുക്ത LDF സ്ഥാനാർത്ഥി K. സലീം കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചതായും K. സലീം കുമാർ അറിയിച്ചു. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽകളി, തീം ഡാൻസ് എന്നിവയുടെ ഉത്സവ പരിപാടികൾ ആഘോഷമാക്കാൻ നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 20 വർഷമായി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് നിയമസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവ് ബിജുമോൾ 15 വർഷവും തുടർന്ന് സഖാവ് വാഴൂർ സോമൻ 4.5 വർഷക്കാലവും പീരുമേട് മണ്ഡലത്തിലെ MLA ആയിരുന്നു. ബിജുമോളുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന വണ്ണം സഖാവ് വാഴൂർ സോമൻ തുടങ്ങി വെച്ച വികസനങ്ങൾ പൂർത്തിയാക്കുക മാത്രമല്ല ഈ മണ്ഡലത്തിൽ 1100 കോടി രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് എല്ലാ അടിസ്ഥാന മേഖലകളിലും എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെ ഈ മണ്ഡലത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കുന്ന കാര്യങ്ങളാണ് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയാൻ വേണ്ടി. തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധന ഉൾപ്പെടെ പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ എന്നും ഇടപെട്ടുള്ളത് ഇടതുപക്ഷമാണെന്ന് K. സലീം കുമാർ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം തോട്ടം മേഖലയിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒട്ടനവധിയായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ചില തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുന്നുണ്ട്, ചില തോട്ടങ്ങളിൽ പ്രവർത്തനം തൃപ്തികരമായിട്ടല്ല നടക്കുന്നത് എന്നുള്ള വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തോട്ടം തൊഴിലാളികളെ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ നവീകരിക്കുവാൻ വേണ്ടി 20 കോടി രൂപ അനുവദിച്ചത്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അവരുടെ ശമ്പള പരിഷ്കരണ കാലാവധി അവസാനിച്ചിരുന്നു. അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് തോട്ടമുടമകളുമായി ചർച്ച ചെയ്ത് ഇപ്പം 48 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി എന്നും നിലപാടെടുത്തിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ MLA ആയിരുന്ന സഖാവ് വാഴൂർ സോമൻ്റെ ജീവിതം തന്നെ തോട്ടം തൊഴിലാളികളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് അവരുടെ വിഷയങ്ങളിൽ എന്നും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള നിലപാടാണ് സഖാവ് വാഴൂർ സോമൻ MLA എന്ന നിലയിൽ സ്വീകരിച്ചതും അതിനോടനുബന്ധിച്ച് ഒട്ടനവധിയായ ക്ഷേമകാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ വികസന തുടർച്ചയാണ് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ ജനക്ഷേമ പദ്ധതികൾ, ഗവൺമെൻറ് ഒട്ടനവധിയായ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതെല്ലാം താഴെത്തട്ടിൽ എത്തിക്കുന്ന കാര്യത്തിൽ MLA മുൻപന്തി തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്ത് പകരുവാൻ വേണ്ടി ജനപക്ഷ നിലപാട് സ്വീകരിച്ച് ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റിന് തുടർഭരണം ഉറപ്പാക്കിക്കൊണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പീരുമേട്ടിൽ നിലവിൽ ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തിൽ തന്നെയുള്ള ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടനാപരമായി പുരോഗമിച്ചു വരികയാണ്. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. പീരുമേട് നിയോജകമണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. സംസ്ഥാനത്ത് LDFിൻ്റെ തുടർ ഭരണത്തിനൊപ്പം പീരുമേട്ടിലെ വിജയവും സുനിശ്ചിതമാകുന്നു. K. സലീം കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.